ഇത് കണ്ട ഈ സാധനം എന്താണെന്നറിയോ? നമ്മുടെ പനയുടെ കായാണ്, പനങ്കായ. ഇത് നമ്മൾ പനനൊങ്കായിട്ടൊക്കെ തിന്നുന്നത് ഇത് മറ്റേ വിളയുന്നതിന് മുന്നേ ഉള്ളതാണ്. നമ്മളിവിടെ കൊണ്ടുവന്ന് എറണാകുളത്ത് എല്ലാവരും വെട്ടിയിട്ട് വിൽക്കുന്നത്. ഇത് പനയിൽ നിന്ന് മൂത്ത് വീഴുന്ന കായാണ്. അപ്പൊ ഈ സാധനം വെച്ച് നമ്മളാരും ഒന്നും ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. ഇത് അവിടെ തന്നെ പനയുടെ ചോട്ടില് വീട് കിടന്ന് പുതിയ പനന്തയാവുക ചെയ്യുന്നതെന്ന് പറഞ്ഞു കേട്ടിട്ടുള്ള. ഇത് ഞാൻ ഇന്നലെ ഒന്ന് പാലക്കാട് പോയിരുന്നു. ഞാൻ താമസിക്കുന്ന എറണാകുളത്ത്, എനിക്ക് പാലക്കാട് ഇച്ചിരി സ്ഥലമുണ്ട്. അപ്പൊ അങ്ങനെ പാലക്കാട് പോയപ്പം അവിടെ പനയുടെ ചോട്ടിൽ കിടന്ന് കിട്ടിയതാ. രണ്ടെണ്ണം ഞാൻ എടുത്തോണ്ട് വന്നു. അപ്പൊ ഇത് മറ്റുള്ള രാജ്യക്കാര് ഈ സാധനം വെച്ച് ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഒന്ന് പരീക്ഷിച്ച് നോക്കിയാലാന്ന് ആലോചിച്ച് ഒരെണ്ണം വെച്ചൊരു പരീക്ഷണം നടത്തി നോക്കാം. കൊള്ളാവില്ലെന്ന് അറിയാമല്ല. അപ്പൊ നമ്മളെ ആദ്യമായിട്ട് ഞാൻ ചെയ്യാൻ പോണ ഒരു കലാപരിപാടിയാണ്. ഇത് നല്ലതാണോ എന്തോന്ന് അറിയത്തില്ല. കൊള്ളൂലെന്നുണ്ടെങ്കിൽ ഇതെല്ലാ സാധനങ്ങളും വേസ്റ്റ് ആയി പോകും. ഇത് ചെയ്യാൻ വേണ്ടി ആദ്യം നമുക്ക് ഈ സാധനത്തിനെ പൊളിച്ചെടുക്കാം. പൊളിച്ചിട്ട് ഭയങ്കര മണമാണ്, അസാധ്യ മണമാണ് ഈ സാധനം. ചക്കയൊക്കെ പഴുത്തിരുന്ന എന്തൊരു മണവാ, അതേപോലെയാ. ഇതൊക്കെ നിൽക്കാൻ പറ്റത്തില്ല, അമ്മാതിരി മണമാണ്. നമ്മൾ പൊളിച്ചെടുത്ത് ഇതാണ് സംഭവം. ഇങ്ങനെ പൊളിച്ചെടുക്ക. ഞാൻ ആദ്യമായിട്ടാണ് ഈ സാധനം എടുത്തോണ്ട് വരുന്നത്. അതിനെ മുന്നേ കണ്ടിട്ടുണ്ട്, പക്ഷെ അതെന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയാത്തതുകൊണ്ട് എടുത്തിട്ടില്ല. കുറച്ചാൾ മുമ്പ് കുറെ വീഡിയോസ് കണ്ടു ഇത് വെച്ച് ഓരോന്ന് ചെയ്യും. പരീക്ഷ നോക്കാം. നമ്മൾ ഈ സാധനം പൊളിച്ചിട്ടുണ്ട് കേട്ടോ. അത് ഇതിങ്ങനെയായിരിക്കുന്നത്. ഇതിനകത്ത് ഇങ്ങനെ 3 കുരുവാണ് ഇതിനകത്തുള്ള. നമുക്കേ ഇത് തേങ്ങയാണ്. ഒരു പനനൊക്കെ വെച്ച പരീക്ഷിക്കുന്നുള്ളു. അപ്പൊ ഇത്രയും തേങ്ങ വേണ്ട. കുറച്ച് ഒരു അരമുറി തേങ്ങ വെച്ച് നമുക്ക് തന്നെ തേങ്ങാപ്പാലെടുക്കാം. ഒരു ചെറിയ പീസ് ശർക്കര ഒന്ന് ഉരുക്കാൻ വെക്കേ. തേങ്ങയുടെ 1-ാം പാലാണ്. നമുക്ക് ഈ തേങ്ങാപ്പാലിൽ ഇങ്ങനെ ഉടച്ച് കഴിയുമ്പോൾ ഇതിനകത്തൊരു ജെല്ലുണ്ട്. ഇതെന്താ ജെല്ല് വരുന്നുണ്ട? ഇതെന്താ ഈ ജെല്ല്? എന്താ ഈ ജെല്ല് ഇങ്ങനെ ആക്കിയെടുക്കണം. അത് നമ്മൾ വെള്ളത്തിലാണെങ്കിൽ പിന്നെ അത് അട ഉണ്ടാക്കാനാണ്. അപ്പൊ വെള്ളം കൂടിപ്പോകും. ആ വെള്ളത്തിനകത്ത് വെച്ച് നമ്മളിതിങ്ങനെ ആക്കിയെടുക്കുക. അതാകുമ്പോൾ ആ തേങ്ങാപ്പാലിനകത്താകുമ്പോൾ ആ തേങ്ങാപ്പാലിൽ നമുക്ക് മാവ് കഴിക്കാമല്ലോ. എന്താ നമുക്കിങ്ങനെ കിട്ടുന്നതിൻ്റെ മാക്സിമം നമ്മളിങ്ങനെ ഇതൊക്കെ എടുക്കണം. നമ്മൾ മാങ്ങ പഴുപ്പൊക്കെ എടുക്കുന്ന നമുക്കുണ്ട്. ഇതിപ്പോ ഈ ഒരെണ്ണം പിഴിഞ്ഞു കഴിഞ്ഞ് ഇതിനകത്ത് നമുക്ക് മാറ്റാം. എന്നിട്ട് ഇനി അടുത്തത് ഇങ്ങനെ 3 എണ്ണം ഉണ്ട്. ഈ 3 എണ്ണം നമുക്ക് ഇതിലോട്ടാക്കണം. അതല്ലാതെ ഇതിനകത്തുനിന്ന് ആ പഴുപ്പ് കിട്ടത്തില്ല. ഇതിന് നമ്മൾ തേങ്ങാപ്പാലിൽ മുക്കി കഴിയുമ്പോൾ ആ പഴുപ്പ് നമുക്ക് നനഞ്ഞ് കഴിയുമ്പോഴേ ആ പഴുപ്പ് എടുക്കാൻ പറ്റും. നമുക്ക് 3 എണ്ണത്തിൽ നിന്ന് അതേപോട്ട് പഴുപ്പ് എടുക്കേ. പനമ്പഴത്തിന്റെ ചാറും തേങ്ങാപ്പാലും കൂടെ നമുക്ക് ഒരു നാരൊക്കെ കണ്ണെടുത്ത് കളയണം. ഇതുണ്ടോ നമ്മളെ മാങ്ങയുടെ ഒക്കെ ജ്യൂസ് പോലെ ഉണ്ട്.
ഇടയ്ക്കൊക്കെ ഒരു നാരുണ്ട്, ആ നാല് കാണും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുണ്ടോ, ഇതാണ് അത് പിഴിഞ്ഞ് കഴിഞ്ഞുള്ള വേസ്റ്റ് ഉണ്ടോ. മൂന്ന് കുരു അത് നമുക്ക് കുഴിച്ചിട്ട് പനം തയ്യാറാക്കി എടുക്കാം. ഇനി നമുക്ക് ഇത് ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട്, അതും കൂടി ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് കണ്ട ഞങ്ങളുടെ പനമ്പഴത്തിന്റെ അവസ്ഥ ഉണ്ടോ. ആഹാ, എന്ത് കാരമലൈസ്ഡ് ചോക്ലേറ്റ് ആണോ. കുറച്ച് കഴിച്ചു നോക്കേ. ചെറിയ കയ്പുണ്ട്, പനമ്പഴത്തിന് കയ്പുണ്ട്. മധുരവും കയ്പും കൂടെ ചേർന്ന് ടേസ്റ്റ് ചേർത്ത് കൊടുക്കേ. ഇതിലേക്ക് നമുക്ക് കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ലേശം ഉപ്പും കൂടെ ചേർത്ത് ഏലക്ക പൊടിച്ചത് മിക്സ് ചെയ്ത് എന്തോരം പൊടി ഇതിൽ കൊള്ളുന്ന അറിയത്തില്ല. കുറച്ചു വിടാം, എന്തോരൊരു നമുക്ക് പരുവത്ത് അത്ര വരാം. ഇവിടെ നല്ല പരുവാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ കുഞ്ഞു ജീരകമാണ്, ഇതും കൂടെ കുറച്ച് വറുത്ത് പൊടിച്ച് ചേർക്കാം. നമുക്ക് ഈ ജീരകം വറുത്ത പൊടി ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കേ വെള്ളം അടുപ്പി വെക്കേ. വെള്ളം തിളക്കട്ടെ. അപ്പോഴത്തേക്ക് നമ്മുടെ ഇലയൊക്കെ ഒന്ന് കഴുകി വെച്ചത് ഉറന്ന് ഈച്ച ശ്രമിക്കത്തില്ല. ഇതുണ്ടോ, ഈ ഇലയാണ് ഞാൻ അട ഉണ്ടാക്കാനായിട്ട് എടുത്തേക്കുന്നത്. ഇത് ഞങ്ങളുടെ കൊല്ലം ജില്ലയിലൊക്കെ ഇതിനെ പൂവരിശ എന്ന് പറയും. പൂവരിശ, ചീലാന്തി, ഇങ്ങനെ പല പേരിലും പറഞ്ഞു കേട്ടിട്ടുണ്ട്. കൂടുതൽ കൊല്ലത്ത് ചീലാന്തിന്നും എറണാകുളം ജില്ലയിലാന്ന് തോന്നുന്നു പൂവരിശ എന്ന് പറയുന്നത്. എന്തായാലും നിങ്ങൾക്ക് എന്താ പറയുന്നതെന്ന് അറിയത്തില്ല. ഇതിന്റെ തടി ഫർണിച്ചറൊക്കെ ഉണ്ടാക്കാൻ എടുക്കും. ഈ ഇലയാണ് ഞാൻ അട ഉണ്ടാക്കാൻ എടുത്തേക്കുന്നത്. നമുക്ക് ഇലയൊക്കെ കഴുകി എടുക്കാം. ഇത് നമ്മളിനി ഇങ്ങനെ കുമ്പിള കുത്തി, ഇങ്ങനെ ഈർക്കിള് കുത്തി കുമ്പിളാക്കി എടുക്കേ.
ഇതിലൊക്കെ നമുക്ക് മാവ് നിറച്ചു കൊടുക്കാം. ഇതിങ്ങനെ അടയെല്ലാം വെച്ചു കൊടുക്കാം. ഇതുണ്ടോ, നമ്മുടെ അടയെല്ലാം വെച്ചിട്ടുണ്ട്. നമുക്കിത് അടച്ചു കൊടുക്കാം. ആവി വരട്ടെ. വന്നാൽ നമ്മുടെ അട കഴിച്ചു നോക്കാം എങ്ങനെയുണ്ട് സംഭവം എന്ന് അറിയാമല്ലോ. ചൂടാണ്. നമ്മുടെ ചൂട് എന്താ പനമ്പഴത്തിന്റെ അടയും കട്ടൻ കാപ്പിയും. ചെറിയ കയ്പും കൂടെ ഉണ്ട് കേട്ടോ മധുരത്തിനോടൊപ്പം. ശർക്കര കുറച്ചുകൂടെ ഇടണമായിരുന്നു തോന്നുന്നു. ഈ സാധനത്തിന്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് നമുക്ക് അറിയില്ലല്ലോ. ഇനി ഒരെണ്ണം ഉണ്ടാക്കുമ്പോൾ കുറച്ചും കൂടെ ശർക്കര ഇടണം. നിങ്ങൾ ആരെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കുവാണെങ്കിൽ ശർക്കര കുറച്ച് അധികം ഇട്ടു കേട്ടാ. നമ്മൾ സാധാരണ ചക്കയ്ക്ക് ഇടുന്ന അത്രയും ശർക്കര പോരാ. ഇതിനൊരു ചെറിയ കയ്പും കൂടെ ഉള്ളതുകൊണ്ട് ശർക്കര അധികം വേണം. ഇച്ചിരി മധുരം കുറവാണെന്ന് ഒഴിച്ചാൽ വേറെ കുഴപ്പമൊന്നുമില്ല. വേറെ ഒരു ടേസ്റ്റ്. എന്നാലും ഇതൊക്കെ ഹെൽത്തി ആയിരിക്കുമല്ലോ. ഞങ്ങൾക്കൊന്നും വേറെ ദോഷവശമൊന്നും ഉണ്ടാക്കില്ല. ചെറിയ നാരൊക്കെ ഉണ്ടോ. അപ്പൊ ഇത് കിട്ടുന്ന ആൾക്കാര്, ഈ പനമ്പഴം കിട്ടാൻ പോസിബിലിറ്റി ഉള്ള ആൾക്കാർ ഇതൊന്ന് ചെയ്ത് നോക്കണേ. ചെയ്യുമ്പോ ശർക്കര കുറച്ച് അധികം ഇടുക. അപ്പൊ ഞാൻ ഈ അടയും കാപ്പിയൊക്കെ കഴിക്കട്ടെ. നിങ്ങളൊക്കെ ഇത് കിട്ടുവാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. നമുക്കിനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം.